തന്റെ 70കളിൽ അബ്രഹാം നെഞ്ചു വിരിച്ചു നിന്നു. തേജോമയനായ ദൈവം എൻ്റെ നാട്ടിൽ വന്നു, വീട്ടിൽ വന്നു, എന്നെ വിളിച്ചിറക്കി. ഞാൻ അവനോട് റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഹാരാനിലെത്തി. ഇപ്പോഴിതാ അവിടുന്ന് ഞാൻ കനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നു. 12-ാം അധ്യായത്തിൽ കനാൻ ദേശത്തേക്ക് പുറപ്പെടുന്ന അബ്രഹാം ഉൽപ്പത്തി 12-ൽ തന്നെ കാനാൻ ദേശത്തെത്തി. നെഞ്ചു വിരിച്ചു നിൽക്കുകയും മനുഷ്യൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച കണക്ക് കാര്യങ്ങൾ പോകുന്നില്ല. 86-ാമത്തെ വയസ്സിൽ ഒരു 45 ഡിഗ്രി അബ്രഹാം ഒന്ന് ചരിഞ്ഞു. 90 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി ചരിഞ്ഞു. ഇസ്മായിൽ ജനിച്ചു. പിന്നെ 13 വർഷക്കാലം അരുളപ്പാടുമില്ല, സ്വപ്നങ്ങളുമില്ല, ദൂതുമില്ല. 99-ാമത്തെ വയസ്സിൽ ദൈവം വരുമ്പോൾ അബ്രഹാം ഫ്ലാറ്റ് 0 ഡിഗ്രി. അവൻ നിലത്ത് കമന്നു വീണു. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവേ, എൻ്റെ വയറ് നിലത്തോട് പറ്റിയിരിക്കുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഒന്നും യാദൃച്ഛികമല്ല, എൻ്റെ പ്ലാൻ കൂടാതെയല്ല. നീ എഴുന്നേൽക്കുക, എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. അബ്രഹാമിന് ഇപ്പോൾ 0 അതുകൊണ്ട് 100% എന്നെ കൈക്കൊള്ളാൻ നീ പ്രാപ്തനാണ്. പൗലോസിനെ കുറിച്ച് പറഞ്ഞു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. എൻ്റെ ബലഹീനതയിൽ, എൻ്റെ കഷ്ടതയിൽ, പരീക്ഷയിൽ ഞാൻ നിലവിളിച്ചു. 3 പ്രാവശ്യം ഞാൻ അപേക്ഷിച്ചു. ദൈവം പറഞ്ഞു, മോനെ പൗലോസേ, എൻ്റെ കൃപ നിനക്ക് വേണോ? എൻ്റെ ശക്തി ബലഹീനതയിലാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് അത് ഇരുന്നോട്ടെ. എൻ്റെ കൃപ നിനക്ക് തരാൻ പോവുകയാണ്, അധികമായി തരാൻ പോവുകയാണ്.